90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്ത. ഗവർണറുമായി ഏറ്റുമുട്ടലിനൊരുങ്ങി സർക്കാർ. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാൻ വീണ്ടും ശുപാർശ നൽകും. ഈ മാസം 31 സഭ ചേർന്ന് കാർഷിക നിയമ ഭേദഗതിക്കെതിരായ പ്രമേയം ചർച്ച ചെയ്യും. സഭ ചേരുന്നത് 1 മണിക്കൂർ. ഗവർണർക്ക് വഴങ്ങേണ്ടെന്നും വിട്ടുവീഴ്ച വേണ്ടെന്നും സർക്കാർ. മന്ത്രിസഭാ തീരുമാനങ്ങൾ ഗവർണർ അംഗീകരിക്കുകയാണ് പതിവെന്ന് മുഖ്യമന്ത്രി. ഗവർണറെ വിമർശിച്ച് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി സംസ്ഥാന സർക്കാർ. 2ാം ഘട്ട 100 ദിന കർമ്മ പരിപാടികൾ പ്രഖ്യാപിച്ചു. ജനുവരി മുതൽ ക്ഷേമ പെൻഷനുകൾ 1500 രൂപയാക്കും. സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം അടുത്ത 4 മാസം കൂടി. ലൈഫ് മിഷൻ പദ്ധതിയുടെ 3ാം ഘട്ടം തുടങ്ങും. ഗെയിൽ പദ്ധതി ജനുവരി 5 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് കോവിഡ് ബാധിതർ വർദ്ധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൂടുതൽ കേസുകൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന മേഖലകളിൽ. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നിർദ്ദേശം. വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ധാരണ. 3 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്താൻ ആലോചന. ഏപ്രിൽ 20 മെയ് 15 ഇടയിൽ തെരഞ്ഞെടുപ്പ് നടന്നേക്കും. കാഞ്ഞങ്ങാട് ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ കൊലപാതകത്തിൽ യൂത്ത് ലീഗ് നേതാവടക്കം 3 പേർക്കെതിരെ കേസ്. പ്രതിപട്ടികയിൽ കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി ഇർഷാദും മറ്റ് 2 യൂത്ത് ലീഗ് പ്രവർത്തകരും. ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ. കൊലപാതകം ആസൂത്രിതമെന്ന് സുഹൃത്തിന്റെ മൊഴി. കൊലപാതകം ദൗർഭാഗ്യകരമെന്ന് പ്രകാശ് കാരാട്ട്. മുസ്ലിം ലീഗ് കഠാര രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വാഗമണ്ണിലെ നിശാ പാർട്ടി സംബന്ധിച്ച് എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും അന്വേഷണം തുടങ്ങി. അറസ്റ്റിലായ പ്രതികളുടെ ലഹരി മാഫിയ ബന്ധങ്ങൾ അന്വേഷിക്കും. ലഹരിമരുന്ന് എത്തിച്ചത് തൊടുപുഴ സ്വദേശി അജ്മൽ. പാർട്ടിയിൽ പങ്കെടുത്ത ബ്രിസ്റ്റി ബിശ്വാസിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം. ലക്ഷ്യമിട്ടത് ലക്ഷങ്ങളുടെ ലഹരി വിൽപ്പന. കൊച്ചിയിൽ സർക്കാരിന്റെ ആഡംബര നൌകയിലും ലഹരി പാർട്ടി നടന്നതായി സംശയം. KSINC MD കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. പാർട്ടി നടന്നത് ഈ മാസം 13. നടിയെ ആക്രമിച്ച കേസിലെ അട്ടിമറി ശ്രമം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് DGP ഉത്തരവിറക്കി. SP സാബു മാത്യു അന്വേഷണ സംഘത്തലവൻ. ക്രൈംബ്രാഞ്ച് ADGPക്ക് മേൽനോട്ട ചുമതല. ജയിലിൽ വിലക്കിയ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി കസ്റ്റംസ്. ഹർജി നൽകുന്നത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളെ ജയിലിൽ സന്ദർശിക്കാൻ കസ്റ്റംസിന്റെ അനുമതി വേണ്ടെന്ന ഉത്തരവിനെതിരെ. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി കസ്റ്റംസിന് കൈമാറി. മൊഴി പരിശോധിച്ച ശേഷം തുടർ നടപടി. കാർഷിക നിയമങ്ങൾക്കെതിരെ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിഷേധം. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കി. നിയമം രാജ്യത്തെ മുറിവേൽപ്പിച്ചെന്ന് രാഹുൽ ഗാന്ധി. രാഷ്ട്രപതിയെ കണ്ട് 2 കോടി ആളുകൾ ഒപ്പിട്ട നിവേദനം സമർപ്പിച്ചു. BJP കോർ കമ്മിറ്റി യോഗത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ ഔദ്യോഗിക പക്ഷം. പാർട്ടി ചുമതലയിൽ നിന്നും വിട്ടുനിന്ന് വിമർശനം ഉന്നയിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരം പ്രവർത്തികൾ പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്നുവെന്ന് വിമർശനം. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന് PK കൃഷ്ണദാസ് പക്ഷം. കേരളത്തിന്റെ ചുമതലയുള്ള CP രാധാകൃഷ്ണൻ ശോഭാ സുരേന്ദ്രനുമായി ചർച്ച നടത്തും. കോഴിക്കോട് ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല. ഫറോക്കിലെ കല്ലമ്പാറയിലെ 1.5 വയസ്സുകാരനാണ് രോഗബാധ. കുട്ടി ആശുപത്രിയിൽ. മേഖലയിലെ കിണറുകൾ അണുവിമുക്തമാക്കാൻ നിർദ്ദേശം. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സർക്കാർ. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ഹർജി പ്രതിദിനം എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം 5000 ഉത്തരവിനെതിരെ. കഴിഞ്ഞ 1 വർഷം പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ വന്നത് 100 കോടി രൂപയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പൗരത്വ ബിൽ വിരുദ്ധ സമരങ്ങൾക്ക് ഈ പണം ഉപയോഗിച്ചു. ഹവാല വഴി പണമിടപാട് നടന്നതായി തെളിഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണ സംഘത്തിന് പണമയച്ചത് റൌഫ് ഷെരീഫാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 24,172 പോസിറ്റീവ് കേസുകളും 312 മരണവും. രോഗമുക്തി നിരക്ക് 96%. തീവ്രവ്യാപന ശേഷിയുള്ള വൈറസിനെതിരെ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സിനിമാ തിയേറ്ററുകൾ തുറക്കാൻ അനുമതി നൽകണമെന്ന് സർക്കാരിന് ഫിലിം ചേംബറിന്റെ കത്ത്. തിയേറ്ററുകൾ തുറക്കുമ്പോൾ വിനോദ നികുതിയും വൈദ്യുതി ഫിക്സഡ് ചാർജും ഒഴിവാക്കണമെന്ന ആവശ്യം. ചലച്ചിത്ര മേഖലയ്ക്ക് സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നും ആവശ്യം.
മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ ജീവനക്കാർക്കെതിരെ കർശന നടപടിയുമായി KSRTC. വിവിധ പരാതികളിൽ 24 ജീവനക്കാർക്ക് സസ്പെൻഷൻ. യാത്രക്കാരോട് അപമര്യാദയായി പെരുമാറിയാലും നടപടി. നോക്കാം ദേശീയ വാർത്ത. ഡൽഹിയിൽ അതിർത്തികൾ അടച്ചു. നടപടി കർഷക സമരം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ നോയിഡ, ഗാസിയാബാദ് എന്നിവിടങ്ങളിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുന്നവർ ആനന്ദ് വിഹാർ, DNT, അപ്സര, ബൊപ്ര റൂട്ടുകൾ വഴി പോകാൻ നിർദ്ദേശം. കോവിഡ് മുക്തർക്ക് ചികിത്സാ പദ്ധതി വേണമെന്ന് ഡൽഹി ഹൈക്കോടതി. പദ്ധതി രോഗമുക്തി നേടിയവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ. കോവിഡ് മുക്തരായവരിൽ പലരും പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ ഇവരുടെ ചികിത്സ ഉറപ്പാക്കണമെന്ന് ഡൽഹി സർക്കാരിന് കോടതിയുടെ നിർദ്ദേശം. ഗുജറാത്തിലെ ഒഴിവുവന്ന രാജ്യസഭാ സീറ്റുകളിൽ പ്രത്യേകം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിലേക്ക്. കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലിന്റെ മരണത്തോടെ ഒഴിവുവന്ന രാജ്യസഭാ സീറ്റ് സ്വന്തമാക്കാൻ BJPയെ സഹായിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് കോൺഗ്രസ്. ഡൽഹി രാജീവ് ഗാന്ധി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ കോവിഡ് വാക്സിൻ സൂക്ഷിക്കാനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. വാക്സിൻ ഉപയോഗത്തിന് അനുമതി ലഭിച്ചാൽ വൻതോതിൽ വാക്സിൻ സൂക്ഷിക്കാം. 90 ഫ്രീസറുകൾ സ്ഥാപിക്കും. ജമ്മുകശ്മീരിലെ അവന്തിപ്പോറയിൽ അൽബദർ ഭീകരർക്കായി നടത്തിയ തെരച്ചിലിൽ ആയുധങ്ങൾ കണ്ടെടുത്ത് സുരക്ഷാ സേന പിടിച്ചെടുത്തത് AK-56 റൈഫിൾ, വെടിമരുന്ന്, ഗ്രനേഡ് എന്നിവ. ജമ്മുകശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ സുരക്ഷാ സേനയും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ. ബാനിഗം പൈൻ പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇന്ത്യയിൽ നിന്നും ഒളിച്ചു കടന്ന ഖാലിസ്ഥാൻ തീവ്രവാദി ഗുർജിത് സിംഗ് നിഞ്ചാറിനെ അറസ്റ്റ് ചെയ്ത് NIA. സൈപ്രസിൽ നിന്ന് നാടുകടത്തിയ ഗുർജിത് സിംഗിനെ അറസ്റ്റ് ചെയ്തത് ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച്. ഖാലിസ്ഥാനി രാഷ്ട്രം കെട്ടിപ്പിടിക്കാനായി ഇന്ത്യയിൽ സിഖ് തീവ്രവാദം പുനരുജ്ജീവിപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിലാണ് നടപടി. ഇന്ത്യ റഷ്യ ഉച്ചകോടി റദ്ദാക്കിയ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് മറുപടിയുമായി വിദേശകാര്യ മന്ത്രാലയം. കോവിഡ് മൂലമാണ് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഉപേക്ഷിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം. 2 സർക്കാരുകളും ചേർന്നെടുത്ത തീരുമാനമാണ് ഇതെന്നും വിശദീകരണം. ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോൺ തട്ടിയെടുത്തു. ബൈക്കിലെത്തിയ 3 അംഗ സംഘമാണ് കവർച്ച നടത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ദീപാവലിക്ക് നടത്തിയ ലക്ഷ്മി പൂജയ്ക്കും തത്സമയ സംപ്രേഷണത്തിനും കെജ്രിവാൾ സർക്കാർ ചെലവിട്ടത് 6 കോടി രൂപയെന്ന വിവരാവകാശ രേഖ. വെറും 30 മിനിറ്റ് പൂജയ്ക്കും തത്സമയ സംപ്രേഷണത്തിനുമാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് ഇത്രയേറെ തുക ചെലവഴിച്ചതെന്ന് സാമൂഹിക പ്രവർത്തക സാകേത് ഗോഖലെ. അസമിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.0 തീവ്രത രേഖപ്പെടുത്തി. പ്രഭോ കേന്ദ്രം നാഗാവോൺ. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എയ്റോ ഇന്ത്യ വ്യോമ പ്രദർശനത്തിൽ ഇത്തവണ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. നടപടി കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ. പ്രദർശനം ഫെബ്രുവരി 3 മുതൽ 5 വരെ ബംഗളൂരുവിലെ യലഹങ്ക വ്യോമതാവളത്തിൽ. ഉത്തരേന്ത്യയിൽ അതിശൈത്യം. ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും 2 ദിവസത്തേക്ക് കൂടി അതിശൈത്യം തുടരും. താപനില 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ഡൽഹി ആരോഗ്യമന്ത്രിയുമായും ആരോഗ്യ സെക്രട്ടറിയുമായും കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. യോഗം കോവിഡ് വാക്സിനേഷന്റെ തയ്യാറെടുപ്പ് അവലോകനം ചെയ്യുന്നതിന്. കർണാടകയിൽ ഇന്നു മുതൽ രാത്രികാല കർഫ്യൂ. നടപടി കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഓട്ടോറിക്ഷകൾക്കും സർക്കാർ ബസ് സർവീസുകൾക്കും ഇളവുകൾ. ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും പുതുവത്സരാഘോഷങ്ങൾക്ക് പടക്കം ഉപയോഗിക്കാൻ പാടില്ലെന്ന് സർക്കാർ. നിരോധനം വായുമലിനീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ ക്വാറി യൂണിറ്റുകൾ ജനുവരി 2 വരെ പ്രവർത്തിക്കരുതെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ്. പാൽക്കർ കൊലപാതക കേസിൽ 24 പേർ കൂടി അറസ്റ്റിൽ. അറസ്റ്റായവരിൽ പ്രായപൂർത്തിയാകാത്ത 4 പ്രതികളും. മറ്റു പ്രതികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരും. കോവിഡ് പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ കരുതലോടെ. പള്ളികളിൽ പാതിരാ കുർബാനയ്ക്ക് പകരം ഇന്നും നാളെയും 100 ആളുകളെ മാത്രം പങ്കെടുപ്പിച്ച് കൂടുതൽ കുർബാനകൾ. ആളുകളെ പങ്കെടുപ്പിക്കുന്നത് ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ. കോവാക്സിൻ സ്വീകരിക്കാൻ സന്നദ്ധ പ്രവർത്തകരെ ക്ഷണിച്ച് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഡിസംബർ 31 വരെ പേര് നൽകാം. വാക്സിൻ സ്വീകരിക്കുന്നതിന് സന്നദ്ധ പ്രവർത്തകരുടെ കുറവുണ്ടെന്ന് നേരത്തെ എയിംസ് വ്യക്തമാക്കിയിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMKയുമായി പ്രവർത്തിക്കാൻ സാധ്യതയില്ലെന്ന് MK അളഗിരി. ജനുവരി 3 അനുയായികളുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും. മഹാരാഷ്ട്രയിലെ അഹമ്മദ്നഗർ ജില്ലയിൽ ചരക്ക് ട്രെയിൻ പാളം തെറ്റി. കർണാടകയിലേക്ക് പോവുകയായിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ 7 കോച്ചുകൾ പാളം തെറ്റി. സംഭവത്തെ തുടർന്ന് 18 ദീർഘദൂര സർവീസുകൾ തിരിച്ചുവിടുകയും ചിലത് റദ്ദാക്കുകയും ചെയ്തു. അന്തർദേശീയ വാർത്തകൾ.
ലോകത്ത് പുതുതായി 5,53,000 പേർക്ക് കോവിഡ്. രോഗം ബാധിച്ചവരുടെ എണ്ണം 7,89,00,000 പിന്നിട്ടു. മരണം 17,34,000. അമേരിക്കയിൽ കോവിഡ് വാക്സിൻ ഡോസ് സ്വീകരിച്ചവരുടെ എണ്ണം 10 ലക്ഷം കടന്നു. ലക്ഷക്കണക്കിന് ആളുകൾ വാക്സിൻ സ്വീകരിച്ച് 10 ദിവസം കൊണ്ട്. റിപ്പോർട്ട് പുറത്തുവിട്ട് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. ജനിതകമാറ്റം സംഭവിച്ച കൊറോണ കേസുകൾ കൂടുതൽ രാജ്യങ്ങളിൽ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ. വടക്കൻ അയർലൻഡ്, ഇറാൻ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ കൂടുതൽ പേർക്ക് രോഗബാധ. മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി ഈ രാജ്യങ്ങളിലെ ആരോഗ്യവകുപ്പുകൾ അറിയിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ പുതിയ കൊറോണ വൈറസ് വകഭേദം കണ്ടെത്തിയതോടെ രാജ്യത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് മടങ്ങിയെത്തിയാൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തി ബ്രിട്ടൻ. കോവിഡ് വാക്സിനായി 2 മരുന്ന് കമ്പനികളുമായി കരാറിൽ ഒപ്പുവെച്ച് ദക്ഷിണ കൊറിയ. കരാറിലെത്തിയത് ഫൈസർ ഇങ്കും ജോൺസൺ ആൻഡ് ജോൺസണുമായി. 16 മില്യൺ ഡോസ് വാക്സിനുകൾ വാങ്ങും. രാജ്യത്ത് കോവിഡ് 3ാം ഘട്ട വ്യാപനം രൂക്ഷമെന്ന് പ്രധാനമന്ത്രി. അടിയന്തര ഉപയോഗത്തിന് റഷ്യയുടെ സ്പുട്നിക് വാക്സിന് അനുമതി നൽകി അർജന്റീന. 25 ദശലക്ഷം വാക്സിൻ ഡോസുകൾ ഉടൻ രാജ്യത്തെത്തും. സ്പുട്നിക് വാക്സിന് അംഗീകാരം നൽകിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് അർജന്റീന. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ വധഭീഷണിയുണ്ടായ സംഭവത്തിൽ ഇറാനെതിരെ ശക്തമായ തെളിവുകൾ ലഭിച്ചെന്ന് അമേരിക്കൻ സുരക്ഷാ വിഭാഗം. വധഭീഷണിക്ക് പിന്നിൽ ഇറാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൈബർ വിഭാഗം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള സംഘത്തിന്റെ ശ്രമമെന്ന് സുരക്ഷാ വിഭാഗം മേധാവി. ബാഗ്ദാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൈനികർ കൊല്ലപ്പെട്ടാൽ ഇറാൻ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. എംബസിക്ക് നേരെ ആക്രമണമുണ്ടായത് ഞായറാഴ്ച. ട്രംപ് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക അക്കൗണ്ടിലുള്ള ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡന്റെ അക്കൗണ്ടിലേക്ക് മാറ്റില്ലെന്ന് ട്വിറ്റർ. എന്നാൽ ഫോളോവേഴ്സിന് സ്വയം മാറുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തും. മറ്റ് ഔദ്യോഗിക അക്കൗണ്ടുകൾ ജനുവരി 20-ന് ജോ ബൈഡന് കൈമാറും. US കോൺഗ്രസ് പാസാക്കിയ $740 ബില്യൺ പ്രതിരോധ ബില്ലിനെ വീറ്റോ ചെയ്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. നേരത്തെ ബിൽ US കോൺഗ്രസിൽ പാസായത് വൻ ഭൂരിപക്ഷത്തിൽ. കോവിഡിനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് ഓസ്ട്രേലിയയിലെ സെലിബ്രിറ്റി ഷെഫ് പെറ്റ് ഇവാൻസിന് വിലക്കേർപ്പെടുത്തി ഓസ്ട്രേലിയ. നടപടി അക്കൗണ്ടിലൂടെ തുടർച്ചയായി തെറ്റായ വിവരങ്ങൾ പങ്കുവച്ചതിന്. ഇവാൻസിന് ഫേസ്ബുക്കിലുള്ളത് 10 ലക്ഷത്തിലധികം ഫോളോവേഴ്സ്. കൂടുതൽ രാഷ്ട്രീയ കുറ്റവാളികൾക്ക് മാപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മാപ്പ് നൽകിയത് മുൻ പ്രചാരണ മാനേജർ പോൾ മനഫോർട്ട്, മുൻ ഉപദേഷ്ടാവ് റോജർ സ്റ്റോൺ, ട്രംപിന്റെ മരുമകന്റെ പിതാവ് ചാൾസ് കുഷ്ണർ എന്നിവർക്ക്. ട്രംപ് ഇതുവരെ പൊതുമാപ്പ് നൽകിയത് 29 രാഷ്ട്രീയ കുറ്റവാളികൾക്ക്. ഓൺലൈൻ ഭീമന്മാരായ ആലിബാബയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച ചൈന. അന്വേഷണം കമ്പനിയുടെ കുത്തക നടപടികൾക്കെതിരെ. അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ കുത്തനെയിടിഞ്ഞ് കമ്പനിയുടെ ഓഹരികൾ. പടിഞ്ഞാറൻ എത്യോപ്യയിൽ ആയുധധാരികൾ നടത്തിയ ആക്രമണത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ടതായി മനുഷ്യാവകാശ കമ്മീഷൻ. 30-ലേറെ പേർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ. ബെനിഷാംഗുൽ ഗുമിസ് മേഖലയിൽ ആക്രമണമുണ്ടായത് പ്രധാനമന്ത്രി അബിയ് അഹമ്മദിന്റെ സന്ദർശനത്തിന് പിന്നാലെ. യാത്രക്കാർക്ക് കോവിഡ് പരിശോധനാ ഫലം നിർബന്ധമാക്കി നെതർലൻഡ്സ്. യാത്രയ്ക്ക് മുൻപായി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ബഹ്റൈനിൽ സൗജന്യമായി നൽകിവരുന്ന കോവിഡ് പ്രതിരോധ വാക്സിൻ വെള്ളിയാഴ്ച മുതൽ ഹെൽത്ത് സെന്ററുകൾ വഴി നേരിട്ട് ലഭ്യമാകും. മുൻകൂട്ടിയുള്ള രജിസ്ട്രേഷന്റെ ആവശ്യമില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അബുദാബിയിൽ അതിർത്തിയിലെ പരിശോധനാ കേന്ദ്രം നിർത്തുന്നു. യാത്രക്കാർ മറ്റ് കേന്ദ്രങ്ങളിൽ ടെസ്റ്റ് പൂർത്തിയാക്കണം. പ്രവേശനത്തിന് 24 മുതൽ 72 മണിക്കൂറിനിടയിലെ പരിശോധനാ ഫലം ഹാജരാക്കണമെന്ന് നിർദ്ദേശം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് 10 രൂപ വർദ്ധിച്ച് 37,360 രൂപയായി. 1 ഗ്രാമിന്റെ വില 4,670 രൂപ. എന്റർടൈൻമെന്റ്. ഒരു കുടുംബത്തിലെ 4 തലമുറ ഒന്നിക്കുന്ന നൃത്തം തരംഗമാകുന്നു. മുരിങ്ങൂർ സ്വദേശി കരേടൻ ജോർജും കുടുംബവുമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് നൃത്തമൊരുക്കിയത്. 1 മാസം പ്രായമുള്ള കുഞ്ഞു മുതൽ 87 വയസ്സ് വരെ പ്രായമുള്ള മുത്തശ്ശി വരെ വീഡിയോയിലുണ്ട്. ഇനി സ്പോർട്സ്. ISLൽ ജംഷഡ്പൂർ എഫ്സിക്കെതിരെ FC ഗോവയ്ക്ക് ജയം. ഗോവയുടെ വിജയം 1-നെതിരെ 2 ഗോളിന്. ഗോവയ്ക്ക് ഇരട്ട ഗോൾ നേടി ഇഗോർ അംഗൂലോ. ലാലിഗയിൽ റയൽ മാഡ്രിഡിന് ജയം. ഗ്രാനഡയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. റയലിനായി ഗോൾ നേടിയത് കരീം ബെൻസെമയും കസമിരോയും. ഇറ്റാലിയൻ ലീഗിൽ ഇന്റർ മിലാന് ജയം. ഹെല്ലാസ് വെറോണയെ 1-നെതിരെ 2 ഗോളിന് തോൽപ്പിച്ചു. മിലാന്റെ ലീഗിലെ തുടർച്ചയായ 7ാം ജയമാണ് ഇത്.
IPL-ൽ പുതിയ ടീമുകൾ ഉണ്ടാകില്ല എന്ന സൂചന നൽകി BCCI. പുതിയ ടീമുകളെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ അനുകൂല തീരുമാനം ഉണ്ടായില്ല. അന്തിമ തീരുമാനം ഉടൻ പ്രഖ്യാപിക്കും. അത്ലറ്റിക്കോ മാഡ്രിഡ് താരം ജോൺ ട്രിപ്പിയറിന് 10 ആഴ്ച വിലക്ക്. നടപടി താരം ബെറ്റിംഗ് നിയമങ്ങൾ ലംഘിച്ചതിന്. അത്ലറ്റിക്കോ മാഡ്രിഡ് പ്രതിരോധ നിര താരമാണ് ജോൺ ട്രിപ്പിയർ. സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഹയർ സെക്കൻഡറി 10ാം തരം തുല്യതാ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ 2021 ജനുവരി 1 മുതൽ 22 വയസ്സ് പൂർത്തിയായവർക്ക് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിലേക്കും 17 വയസ്സ് പൂർത്തിയായവർക്ക് 10ാം തരത്തിലേക്കും അപേക്ഷിക്കാം. അവസാന തീയതി ഫെബ്രുവരി 28. തിരുവനന്തപുരം കിളിമാനൂർ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. പന്നിയെ തുരത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് പ്രമേയം പാസാക്കിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം നെയ്യാർ ഡാം വിനോദസഞ്ചാര കേന്ദ്രം നാളെ മുതൽ തുറക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാകും പ്രവർത്തനം. തീരുമാനം കോവിഡ് വ്യാപനം കുറഞ്ഞ പശ്ചാത്തലത്തിൽ. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധ ധർണയുമായി കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ. പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് കെ മുരളീധരൻ MP. CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, KMJC സംസ്ഥാന പ്രസിഡന്റ് കരമന ബയാർ എന്നിവർ ധർണയിൽ പങ്കെടുത്തു. നിർധന കുടുംബത്തിന്റെ വീട് തകർത്ത് സാധന സാമഗ്രികൾ മോഷ്ടിച്ചതായി പരാതി. പത്തനാപുരം പോലീസിൽ പരാതി നൽകി പട്ടാഴി താഴത്തുവടക്ക് സ്വദേശി ലീലയും മകൾ രമ്യയും. വസ്തുതർക്കം നിലനിന്നിരുന്നുവെങ്കിലും ലീലയ്ക്കും കുടുംബത്തിനും അനുകൂലമായി കോടതി വിധി ലഭ്യമായിരുന്നു. കൊല്ലം കാവൽപ്പുറയിൽ നിയന്ത്രണം വിട്ട കാറ് മറിഞ്ഞ അപകടം. സാരമായി പരിക്കേറ്റ കാർ യാത്രികരെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽപ്പെട്ടത് കുന്നിക്കോട് ഭാഗത്തുനിന്ന് വന്ന കാർ. ആലപ്പുഴ അമ്പലപ്പുഴയിൽ യുവാക്കളെ ആക്രമിച്ച് സ്വർണ്ണമാല കവർന്ന കേസിൽ 3 പേർ അറസ്റ്റിൽ. പിടിയിലായത് പുന്നപ്ര സ്വദേശി അസീഫ്, ആലപ്പുഴ സ്വദേശികളായ സമീർ, ഫഹദ് എന്നിവർ. അക്രമത്തിൽ കലാശിച്ചത് കാറിന് സൈഡ് നൽകാതിരുന്നതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കം. ആലപ്പുഴ ചേർത്തല തണ്ണീർമുക്കത്ത് ബണ്ടിന് സമീപം മത്സ്യബന്ധനത്തിന് പോയ വള്ളം പായലിൽ കുടുങ്ങി. അഗ്നിശമന സേന എത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ശക്തമായ കാറ്റാണ് അപകടത്തിന് കാരണമായതെന്ന് അഗ്നിശമന സേന. ആലപ്പുഴ ബീച്ചിൽ റൺസ് ആൻഡ് റൺസ് സംഘടിപ്പിച്ചു. ക്രിസ്മസ് പപ്പായുടെ വേഷമണിഞ്ഞ് 150-ലധികം ആളുകൾ ഓട്ടത്തിൽ പങ്കെടുത്തു. പരിപാടി സംഘടിപ്പിച്ചത് അത്ലറ്റിക്കോ ഡി ആലപ്പുഴയുടെ നേതൃത്വത്തിൽ. വന്യജീവികളുടെ ആക്രമണം മൂലം നാശനഷ്ടം സംഭവിക്കുന്ന വ്യക്തികൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് തടസ്സമില്ലെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കാട്ടുപന്നി പോലുള്ള വന്യജീവികളിൽ നിന്ന് ആക്രമണമുണ്ടായാൽ നഷ്ടപരിഹാരത്തിന് സർക്കാർ വനംവകുപ്പ് വെബ്സൈറ്റ് അക്ഷയ കേന്ദ്രം വഴി അപേക്ഷ നൽകാം. കോട്ടയത്ത് സിയാൽ മോഡൽ റബ്ബർ പാർക്ക് എത്രയും വേഗം ആരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി കർഷക സംഘടനയായ ഇൻഫാൻ. കിലോയ്ക്ക് 200 രൂപ കിട്ടും വിധം വില സ്ഥിരതാ പദ്ധതി പുതുക്കണമെന്നാണ് ആവശ്യം. ഇടുക്കി മറയൂരിൽ സ്വകാര്യ ഭൂമിയിൽ നിന്ന് ചന്ദനമരം മുറിച്ചു കടത്തി 5 ലക്ഷം രൂപ വിലമതിക്കുന്ന ചന്ദനമരമാണ് മുറിച്ചു കടത്തിയത്. ഇത്തരം കേസുകളിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കാത്തതാണ് മോഷണം വർദ്ധിക്കാൻ കാരണമെന്ന് ആരോപണം. ഇടുക്കിയിൽ ഓട്ടോറിക്ഷകൾക്കായി മൈ ഓട്ടോ മൊബൈൽ ആപ്പ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ മൈ ഓട്ടോ ആപ്പ് ഉടൻ ലഭ്യമാകുമെന്ന അറിയിപ്പ്. ആപ്പ് പുറത്തിറക്കി ജില്ലാ കളക്ടർ H. ദിനേശ്. ഇടുക്കി ജില്ലയിൽ 5 താലൂക്കുകളിലുമായി സംഘടിപ്പിക്കുന്ന ഓൺലൈൻ പൊതുജന പരാതി പരിഹാര അദാലത്തിന്റെ 4ാം ഘട്ടമുടൻ. തൊടുപുഴ താലൂക്കിലെ അദാലത്ത് ജനുവരി 1-നും ഉടുമ്പൻചോല താലൂക്കിലേത് ജനുവരി 8-നും നടക്കും. ഇടുക്കി താലൂക്കിലെ അദാലത്ത് ജനുവരി 15-നാണ്. 2021 ജനുവരി 16 വരെ ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശിക്കുന്നതിന് അനുമതി. ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണമെന്ന് ടൂറിസം വകുപ്പ്. ഡാമിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യ സംസ്കരണം നടത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തണം. 2 ഡാം സൈറ്റുകളിലും താൽക്കാലിക ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശം. എറണാകുളം അങ്കമാലി ചെമ്പന്നൂരിൽ KSEB സ്റ്റോറിലേക്ക് വന്ന വാഹനം നിയന്ത്രണം വിട്ട് ട്രാൻസ്ഫോർമറിലേക്ക് ഇടിച്ചു കയറി. മാഞ്ഞാലി ചെമ്പന്നൂർ റോഡിലാണ് അപകടമുണ്ടായത്. ആർക്കും പരിക്കില്ല. പാലക്കാട് ജില്ലയിൽ ഭക്ഷ്യോൽപ്പന്ന മേഖലയിൽ പുത്തൻ ഉണർവേകി സുഭിക്ഷ കേരളം പദ്ധതി. ഇതുവരെ കൃഷി ചെയ്തത് തരിശുനിലം ഉൾപ്പെടെ 57,946 ഹെക്ടർ. മലപ്പുറത്ത് കൂടുതൽ സ്കൂളുകൾ ഹൈടെക് ആകുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നിർമ്മിച്ച 11 സ്കൂൾ കെട്ടിടങ്ങൾ ജനുവരി ആദ്യവാരം ഉദ്ഘാടനം ചെയ്യും. 5 കോടി ചെലവിൽ നിർമ്മിച്ച തൂവൂർ, കുഴിമണ്ണ, നിലമ്പൂർ, പെരിന്തൽമണ്ണ സ്കൂളുകളും ഉദ്ഘാടനം ചെയ്യും. മലപ്പുറത്ത് പരിയാപുരം അങ്ങാടിപ്പുറം റോഡിൽ ഗതാഗത നിയന്ത്രണം. വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് പുളമിൽ ഭാഗത്ത് ഓവുപാലത്തിന്റെ പണി നടക്കുന്നതിനാൽ. പരിയാപുരം ഭാഗത്തുനിന്ന് അങ്ങാടിപ്പുറത്തേക്ക് വരുന്ന വാഹനങ്ങൾ പരിയാപുരം കുരിശിൽ നിന്ന് തിരിഞ്ഞ് പുത്തനങ്ങാടി വഴി പോകാൻ നിർദ്ദേശം. പൂക്കോട്ടുംപാടം ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് ഉപരോധിച്ച് മലപ്പുറം പാലത്തിങ്കൽ നെല്ലിയാമ്പാടം കോളനി നിവാസികൾ. ITDP അധികൃതർ അവഗണിക്കുന്നുവെന്ന ആരോപണം. ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നാണ് കോളനി നിവാസികൾ പറയുന്നത്.
മലപ്പുറത്ത് കാഴ്ചാ പരിമിതിയുള്ളവർക്ക് സഹായകമാകുന്ന സമ്പൂർണ്ണ ബ്രെയിലി കലണ്ടർ പ്രകാശനം ചെയ്ത് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. കലണ്ടർ തയ്യാറാക്കിയത് ഫാറൂഖ് കോളേജിലെ അസബാഗ സൊസൈറ്റി ഫോർ ദ ബ്ലൈൻഡ്. ക്രിസ്തുവർഷം, ശകവർഷം, ഹിജറ വർഷം എന്നിവ കൂടാതെ വിശേഷ ദിനങ്ങളും കലണ്ടറിൽ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തെയ്യം കെട്ടിയാടാനുള്ള അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്രമനുഷ്ഠാന തെയ്യം കെട്ടിയാട്ട സംഘടന. ക്ഷേത്രങ്ങളിലും കാവുകളിലും തെയ്യം കെട്ടിയാടുന്നതിനുള്ള വിലക്ക് നീക്കണമെന്ന് വടകര ഏരിയ കമ്മിറ്റി. കലാകാരന്മാരുടെ ജീവിതം ദുരിതപൂർണ്ണമാണെന്നും സംഘടന. കോഴിക്കോട് ജില്ലയിൽ ചേനോളി കണ്ണമ്പത്തുപാറയിൽ പക്ഷി നിരീക്ഷണവും സർവേയും നടത്തി. ചേനോളി ചെന്താര ഗ്രന്ഥവേദിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കരിമ്പരുത്, തീക്കുരുവി, ചാറത്തലക്കാളി ഉൾപ്പെടെ 26 ഇനം പക്ഷികളിലാണ് നിരീക്ഷണം നടത്തിയത്. കോഴിക്കോട് പയ്യോളിയിൽ പ്രാവികളെ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ കൗമാരക്കാരായ 3 അംഗ സംഘം പിടിയിൽ. വിദ്യാർത്ഥികളാണ് പിടിയിലായതെന്ന് പോലീസ്. വടക്കൻ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രാവികളെയാണ് മോഷ്ടിച്ചത്. വയനാട് പെരിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജനപ്രതിനിധികൾ അടക്കമുള്ളവരെ കയ്യേറ്റം ചെയ്തുവെന്ന് പരാതി. ജനപ്രതിനിധികൾക്ക് നൽകിയ സ്വീകരണ പരിപാടിക്കിടെ കയ്യേറ്റം ചെയ്തുവെന്നാണ് യുഡിഎഫിന്റെ ആരോപണം. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് 4 അംഗ സംഘം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും ആരോപണം. വയനാട്ടിൽ കാർഷിക നിയമത്തിനെതിരെ പരിഷത്തിന്റെ പ്രതിഷേധ കൂട്ടായ്മ അമ്പലവയലിൽ തെരുവോര ചിത്രരചന സംഘടിപ്പിച്ചു. ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പ്രസിഡന്റ് PR മധുസൂദനൻ. വയനാട് വാളാട് വീണ്ടും കടുവയിറങ്ങി നെല്ലിക്കല്ലിലെ ഒരു വീട്ടിലെ പശുവിനെ ആക്രമിച്ചു കൊന്നു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധന തുടങ്ങി. കണ്ണൂർ ചെറുപുഴയിൽ ദമ്പതികളെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. ജോസ്ഗിരി സ്വദേശി പൗലോസ്, ഭാര്യ റാഹിൽ എന്നിവരെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. പിടിയിലായത് പൗലോസിന്റെ സഹോദരപുത്രൻ ബിനോയ്. കോവിഡ് വാക്സിൻ ലഭ്യമായാൽ ഉടൻ വിതരണം ചെയ്യാനുള്ള മുന്നൊരുക്കം ആരംഭിച്ചതായി കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ നാരായണൻ നായിക്. വിവിധ മേഖലകളിൽ വാക്സിനേഷൻ പരിശീലനം പുരോഗമിക്കുന്നു. വാക്സിൻ സംഭരണം, വിതരണം, സംഘാടനം, പരിശോധന, മേൽനോട്ട, ആശയവിനിമയം, മീഡിയ മാനേജ്മെന്റ് വിഷയങ്ങളിലാണ് ഓൺലൈൻ പരിശീലനം. കണ്ണൂർ തൊടിക്കളത്തെ VK രാഗേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. അന്വേഷണ ചുമതല കണ്ണൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി TP പ്രേമരാജന്. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് കണ്ണവം പോലീസിന് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് ഭാര്യ നൽകിയ പരാതി. കണ്ണൂരിലെ കൊടുവള്ളി ജംഗ്ഷൻ നടാൽ റെയിൽവേ ഗേറ്റ് ദേശീയപാത നവീകരണം ഈ മാസം 28-ന് പൂർത്തിയാകുമെന്ന് ദേശീയപാത വിഭാഗം. ജനുവരി 2 വരെയാണ് റോഡ് അടച്ചത്. യാത്രാക്ലേശം കണക്കിലെടുത്ത് 28-നകം പണി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഫാക്ട് ചെക്ക്. ഷഹീൻ ബാഗ് ദാദി ബിൽക്കീസ് ബാനു ജയിലിൽ നിന്ന് വ്യാജ വാർത്ത. 19 ദിവസമായി ജയിലിലാണെന്നും വ്യാജ സന്ദേശം. പ്രചാരണം നിഷേധിച്ച കുടുംബം കർഷക പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ പുറപ്പെട്ടപ്പോൾ കരുതൽ തടങ്കലിലാക്കിയിരുന്നുവെന്നും എന്നാൽ ബിൽക്കീസ് ബാനു വീട്ടിലുണ്ടെന്നും വിശദീകരണം. പാകിസ്ഥാൻ കോവിഡിനെതിരായ വാക്സിൻ കണ്ടെത്തിയാൽ അത് ഇസ്രയേലിനോ ഇന്ത്യക്കോ കൈമാറില്ലെന്ന് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞതായി വ്യാജ പ്രചാരണം. എന്നാൽ ഇത് സംബന്ധിച്ച വാർത്തകളൊന്നും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന ട്വീറ്റുകൾ വ്യാജമെന്ന് പാകിസ്ഥാനിലെ ഇംഗ്ലീഷ് ഭാഷാ ദിനപത്രമായ ദ എക്സ്പ്രസ് ട്രിബ്യൂണിലെ മുൻ ന്യൂസ് എഡിറ്റർ വലി താരിഖ് വ്യക്തമാക്കി. ഇപ്പോൾ കിട്ടിയത് ബ്രിട്ടനിലേക്കുള്ള വിമാന സർവീസുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി ചൈന. തിരിച്ചുള്ള സർവീസുകൾക്ക് വിലക്ക്. നടപടി ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ. വംശീയ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന എത്യോപ്യയിലെ ബെനിഷാഗുൽ ഗുമുസ് മേഖലയിൽ സൈന്യത്തെ വിന്യസിച്ച് പ്രധാനമന്ത്രി അബി അഹമ്മദ്. പ്രദേശത്ത് ആയുധധാരികൾ ഇന്ന് പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 100-ലേറെ പേർ. നാഗാലാൻഡിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.6 രേഖപ്പെടുത്തി. പ്രഭവ കേന്ദ്രം നാഗാലാൻഡിലെ മുഗോക്ചുങ്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയത് ചെറിയ മുന്നേറ്റമെന്ന കൃഷ്ണദാസ് പക്ഷം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ നിലയിൽ നേരിടാൻ കഴിയില്ല. താഴെത്തട്ട് മുതൽ സംഘടന ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങണമെന്നും ആവശ്യം. ആന്ധ്രാപ്രദേശിലെ ഹേലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 4109 കോടിയുടെ അഴിമതി കേസിലാണ് നടപടി. കമ്പനിയുടെ ഷെയറുകളും വിവിധ സംസ്ഥാനങ്ങളായി വാങ്ങിയ സ്ഥലങ്ങളും കണ്ടുകെട്ടി. '24 2 വർഷത്തിന്റെ നിറവിൽ